ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു പുഡിങ് നോക്കിയാലോ. വേറെ നല്ലൊരു ബിസ്ക്കറ്റ് പുഡിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സൺഫീസിൻ്റെ ബിസ്ക്കറ്റ്, പിന്നെ ഓറിയോ ബ്രെഡ്, പിന്നെ ന്യൂട്രലയുടെ വേറൊരു ടൈപ്പ് ഒരു ചോക്കോ സ്പ്രെഡ്, അതേപോലെ തന്നെ ഫ്രഷ് ക്രീം ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം പാലിലോട്ട് ഈ ചോക്കോ സ്പ്രെഡോ അത് നിങ്ങളുടെ കയ്യിൽ എന്തായാലും കുഴപ്പമില്ല, ഹേർഷീസ് ആയാൽ കുഴപ്പമില്ല, ന്യൂട്രൽ ആയാലും എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് ആഡ് ചെയ്യുക. അതിനുശേഷം അതിലോട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം മിൽക്ക് മെയ്ഡ് എത്രയാണോ ഞങ്ങൾക്ക് വേണ്ട അത്ര ആഡ് ചെയ്യുക. പിന്നെ ഷുഗർ വേണമെങ്കിൽ ഇട്ടാൽ മതി. അതിനുശേഷം ഫസ്റ്റ് തന്നെ നമ്മൾ അതിലോട്ട് ബ്രെഡ് മറ്റേ മിൽക്കിൽ ഡിപ്പ് ചെയ്തിട്ട് ഇടുക കേട്ടോ. അതിനുശേഷം അതിലോട്ട് മറ്റേ ചോക്കോ മിൽക്കില്ലേ, അത് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ലോണം സോഫ്റ്റ് ആവാൻ കേട്ടോ ബ്രെഡ്. അതിനുശേഷം ഇതേപോലെ തന്നെ ബിസ്ക്കറ്റും മിൽക്കിൽ നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് ഫ്രഷ് ക്രീം ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഇതേപോലെ തന്നെ ബ്രെഡ് വയ്ക്കുക. പിന്നെ വേണമെങ്കിൽ കാഷ്യൂ അങ്ങനത്തെ വല്ല നട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ബിസ്ക്കറ്റ് വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വല്ല ബിസ്ക്കറ്റും എടുക്കാം. ഞാനിപ്പോൾ ഓറിയോ ആണ് എടുത്തിരിക്കുന്നത്. ഓറിയോ അല്ല, ഡാർക്ക് ഫാൻറ്റസി ഉണ്ടാവില്ലേ, അതിൻ്റെ പോലത്തെ വേറൊരു മോഡൽ. അപ്പോൾ അങ്ങനത്തെ ബിസ്ക്കറ്റ് എടുത്തിരിക്കുന്നത്. ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് നിങ്ങൾക്ക് വെക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിൽക്ക് മെയ്ഡൊക്കെ അതിന് മുകളിലോട്ട് ഒഴിച്ച് കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ ഇട്ടിട്ട് മറ്റേ ബിസ്ക്കറ്റൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടിടാം കേട്ടോ. അപ്പോൾ കൂടുതൽ രസമായിരിക്കും കാണാൻ. പിന്നെ ഫ്രീസ് ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ടേസ്റ്റ്. ഒരിക്കലും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. കിടു സാധനമാണ്. അപ്പം മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബൈ.